യോശുവയും കൂട്ടരും പട്ടണത്തെ നിനക്ക് തരാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വാളും പരിചയമായിട്ട് ഇറങ്ങി. യുദ്ധം വീരന്മാരായിരിക്കുന്ന സൈനികരെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്നു, ഇത് ജയിച്ച യുദ്ധമാണ്, ഇനി വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പരിപാടിയല്ല, സ്തുതിച്ച് ജയത്തിൽ നടക്കുന്ന യുദ്ധമാണിത്. സ്തുതിച്ച് നടന്നാൽ മതി, സ്തോത്രം ചെയ്ത് പൊട്ടിക്കാനുള്ള വിഷയമുള്ളൂ. ഇതൊക്കെ എന്താ ചെയ്യേണ്ടിയ കഥ പറഞ്ഞു, നീ സ്തുതിച്ചാലും മതി. യു നീഡ് ടു പ്രൈസ് മീ, ദാറ്റ്സ് ഓൾ. എൻ്റെ മക്കളെല്ലാം കൂടെ ഇതിന് ചുറ്റും ഒന്ന് റിവോൾവ് ചെയ്യുന്നുണ്ട്. നീ എന്നാ ചെയ്യണം, ദൂതന്മാർ ഇതിൻ്റെ അടിയിലാണ് വർക്കിംഗ് 6 ദിവസം. നമ്മൾ പുറമെ ഒന്നും കണ്ടില്ലെങ്കിൽ ചില മതിലുകളിൽ ആമേ നിൽക്കുന്ന പാട് അതിനെ അറിയത്തുള്ളൂ. ഒന്ന് ഊതിയാൽ പോലും വീഴുന്ന രീതിയിൽ ബലമില്ലാതെ, ഫൗണ്ടേഷൻസ് ഇല്ലാതെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ 6ാമത്തെ ദിവസം ഈ യോശുവയും കൂട്ടരും പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് ശൂന്യമായി ഈ രീതിയിൽ അകത്തൂടെ ദൂതന്മാരിങ്ങനെ നടക്കുക. 6 ദിവസം ഇത്തിരി കഷ്ടപ്പെട്ടില്ല. ഇനി എളുപ്പമുള്ള ഒരു പരിപാടി തരാം. മേളിൽ കയറി ഈ 7ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് ഒരൊറ്റ ചവിട്ടി വിടണം. യോശു പോലും അറിയുന്നത് മതിലെവിടെ പോയെന്ന്. കാഹളം ഊതി ആമേൻ പറയുമ്പോൾ ഈ സാധനം പോയിരിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ചില ഈസി വിക്ടറീസ് പരിശുദ്ധാത്മാവ് ചെയ്യും. ചില ദൂതന്മാർ മതിലിന്റെ മേലെ നിന്ന് ചിലതിനെ ചവിട്ടി താക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു, ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ വെളിപ്പെട്ടു വരട്ടെ.